ഹായ്. നല്ലൊരു മഴ കഴിഞ്ഞ ടൈമാണ് കേട്ടോ. തകർത്തൊരു മഴ ഇപ്പോൾ കഴിഞ്ഞതാണ്. പണിയൊന്നുമില്ലാത്ത കാരണം അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ മഴക്കാലമായെന്നാലേ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പെയിൻറ്റ് പണിയൊന്നും മഴക്കാലത്ത് ആരും ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി, എൻ്റെ ഒരു ഇഷ്ടം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയകാലത്തെ കാസറ്റും ഗ്രാമഫോൺ പ്ലെയറും അതിൻ്റെ ഡിസ്കും ഒക്കെ സൂക്ഷിച്ചു വെക്കണ ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി മേടിച്ചു വെച്ചതല്ല. വർഷങ്ങളായിട്ട് കിട്ടുന്നതൊന്നും കളയാതെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് അത് ഈ മഴക്കാലം വരുമ്പോൾ വർക്കില്ലാതെ ഇരിക്കുമ്പോൾ അകത്തിരിക്കുമ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ വെച്ച് ഈ കാസറ്റ്, അതിൻ്റെ ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ പ്ലെയർ, അതിൻ്റെ ഡിസ്ക്, ഇതൊക്കെ എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ പ്ലേ ചെയ്യിച്ച് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനസ്സിനൊരു സുഖം തന്നെയാണ്. നമ്മുടെ മനസ്സ് ഫ്രഷാകാനും ഒരു പ്രത്യേക അത് കേൾക്കുമ്പോൾ ഒരു പ്ലേ ചെയ്യുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു പ്രത്യേക ലോകത്തേക്ക് മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെ ഒരു നല്ലൊരു ഫീലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഇതൊരു പഴയ കാലത്തെ ഗ്രാമഫോൺ പ്ലെയറാണ് കേട്ടോ. ഇത് 3-in-1 എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാസറ്റും കേൾക്കാം എന്നുള്ളതാണ്. റെക്കോർഡ് പ്ലെയറും ഇതിൻ്റെ കൂടെയുണ്ട്. ഒരു 3-in-1 ആണ്. പണ്ട് കാലത്ത് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 70 കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 25 വർഷമെങ്കിലും ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഇതൊരു പ്ലെയറാണ് കേട്ടോ. ഇതൊരു ഗ്രാമഫോൺ പ്ലെയറാണ്, ലേറ്റസ്റ്റ് പ്ലെയറാണിത്. പിന്നെയുള്ളത് കാസറ്റുകളാണ്. കാസറ്റുകൾ ഒരുപാടുണ്ട്. ഏകദേശം മലയാളത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം തന്നെ ഇതിനകത്തുണ്ടെന്ന് പറയാം നമുക്ക് കേട്ടോ. പിന്നെ ഇത് ഗ്രാമഫോൺ ഡിസ്കുകൾ, ഇത് EP ഡിസ്കുകൾ ആണിത്. ഇതിൻ്റെ പഴയകാലത്തിറങ്ങിയ എല്ലാ മലയാളം ചിത്രങ്ങളുടെ ഗ്രാമഫോൺ ഡിസ്കുകളാണ്. ഗ്രാമഫോൺ ഡിസ്കുകൾ 3 തരത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് LP റെക്കോർഡ് എന്ന് പറയും. ഈ LP റെക്കോർഡിൽ 12 പാട്ടുകളുണ്ടാവും ചില LP റെക്കോർഡുകളിൽ. എല്ലാത്തിലും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഈ ഒരു ലൈൻ കാണുന്നത് ഓരോ പാട്ടുകളാണ്. എന്താ അപ്പോൾ ഇതിൽ 12 പാട്ടുണ്ടാവും. മറുസൈഡും ഉണ്ടാവും. മറുസൈഡും പാട്ടുകളുണ്ട്. ഇങ്ങനെ മറിച്ചിട്ടാലും കേൾക്കും. ചെറിയ ഗ്രാമഫോൺ ഡിസ്കിൽ 4 പാട്ട് അല്ലെങ്കിൽ 2 പാട്ടൊക്കെ ഉണ്ടാവുള്ളൂ. കാസറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലമായെന്നാൽ ഇതിനകത്ത് ഫംഗസ് കയറും. ഇതിനകത്ത് ഈ റിബണയിൽ ഫംഗസ് ഉണ്ടാവും. ഫംഗസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാസറ്റിൽ ടേപ്പ് റെക്കോർഡറിലിട്ട് കേൾക്കുമ്പോൾ സൗണ്ട് വോളിയം കുറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തെന്നാൽ പിന്നെ ഫംഗസ് മാറിക്കിട്ടും, ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാനും പറ്റും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കേൾക്കാതെ വരുമ്പോൾ ആൾക്കാർ ഇതിനോട് മടുപ്പ് കാണിച്ചത് അതുകൊണ്ടാണ്. കേൾക്കാതെ വരുന്നതെന്ന് വെച്ചാൽ സൗണ്ട് കുറഞ്ഞു പോകും. ഇത് ഫംഗസ് ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം ഫ്രഷായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏത് സമയം ഇട്ടാലും നമുക്ക് കേൾക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും. അത് ടേപ്പ് റെക്കോർഡറുണ്ട്. ഇത് റേഡിയോസാണ് ടേപ്പ് റെക്കോർഡർ. അത് പല സൈസുണ്ട്. ടേപ്പ് റെക്കോർഡർ തന്നെ പല വിധമുണ്ട്. ഇതെല്ലാം ഓരോ ടേപ്പ് റെക്കോർഡറാണ്. ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കേൾപ്പിക്കാൻ പറ്റത്തില്ല. എങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ഈ പ്ലെയർ ഒന്ന് കേൾക്കാം. പൊൻവലയോ
പ്ലെയർ ഒന്ന് കേൾപ്പിക്കാം. പിന്നെ അടുത്തത് സിനിമയോടുള്ള പ്രേമമായിരുന്നു. സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട്, അതായത് ഏകദേശം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ തനിച്ച് സിനിമ കാണാൻ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പഴയ കാലത്തെ സിനിമകൾ കുറേ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ CD ആയിട്ട് ഇറങ്ങിയപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഹോബിയായിരുന്നു. അങ്ങനെ അത് കളക്ട് ചെയ്ത് കാണുക. ഈ ഉമ്മിണിത്തങ്ക ഇതൊക്കെ 60 കാലഘട്ടത്തിൽ 1960 കാലഘട്ടത്തിൽ ഒക്കെ ഇറങ്ങിയ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണുക എന്നുള്ളൊരു ഹോബിയായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഓരോന്ന് വാങ്ങിക്കൂട്ടി രമണൻ. അങ്ങനെയുള്ള പടങ്ങൾ, സിനിമകൾ വാങ്ങിച്ച് CD-യിലായി. ഇതെല്ലാം CD-യിൽ വന്നപ്പോൾ അതൊക്കെ കാണുക എന്നുള്ളൊരു ഹോബിയായിരുന്നു. അങ്ങനെ സിനിമയും സിനിമാ ലോകവും പാട്ടും സംഗീതവും ഇതൊരു ഹോബിയായിട്ടെടുത്തു. അതുകൊണ്ട് തന്നെയാണ് പല കാലഘട്ടങ്ങളിലായി ഇറങ്ങിയ ഈ ഉപകരണങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതും അത് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ആസ്വാദനത്തിലൂടെ ആസ്വദിച്ച് കേൾക്കുന്നത്. കാസറ്റുകൾ വെക്കാൻ സ്ഥലമില്ല, കഴിഞ്ഞിട്ട് ഞാൻ കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. ചെറിയ വീടാണ്, അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു പരിധിയുണ്ട്. പരിധിയിൽ കൂടി നമുക്ക് കണ്ടാൽ ഇവിടെയൊക്കെ കാസറ്റുകൾ ഇരിക്കുകയാണ്. LP റെക്കോർഡ് അതിൻ്റെ അടിയിലിരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഗ്രാമഫോൺ ഡിസ്കുകൾ ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു പ്ലെയറുണ്ട്. പ്ലെയർ പല സൈസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 പ്ലെയറോളം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നണം. പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഗ്രാമഫോൺ ഡിസ്കുകളാണ്.